ബി.ജെ.പിന്റെ ആളോടാണ് ചോദിക്കാനുള്ളത്. ഇന്ന് സന്ദീപ് വാര്യർ പോയി, നാളെ ആരാണ്? ശോഭയാണോ? എന്താ നിങ്ങളുടെ പാർട്ടിക്ക് പറ്റിയ അബദ്ധം? ഒരു സുരേന്ദ്രനെ കൊണ്ട് മാത്രം ഈ കേരളത്തിൽ ബി.ജെ.പിക്ക് മതിയോ? ബി.ജെ.പിന്റെ ലാസ്റ്റ് സുരേന്ദ്രനാണോ? ഒരു വേറെ നേതാക്കന്മാരൊന്നും ആരും ഇല്ല ഇവിടെ. എന്താണ് ഈ ബി.ജെ.പി മറ്റുള്ള രാഷ്ട്രീയ പ്രവർത്തകരെയും ബാക്കിയുള്ള രാഷ്ട്രീയ പാർട്ടികളെയും കുറ്റം പറഞ്ഞും ബാക്കിയുള്ള രാഷ്ട്രീയ പ്രവർത്തകരെ വർഗീയവാദികളെന്നും പറഞ്ഞ് ഇങ്ങനെ മുന്നോട്ട് പോയാൽ നിങ്ങൾക്ക് കേരളത്തിൽ ഈ ബി.ജെ.പി എന്ന പാർട്ടിക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കുമോ? ഒരിക്കലും നിൽക്കാൻ സാധിക്കില്ല. കൃഷ്ണകുമാർ ഈ മണ്ഡലത്തിൽ ഒരിക്കലും വിജയിക്കില്ല. കാരണം ഈ വിജയിക്കാനുള്ള സാധ്യത രാഹുൽ മാങ്കൂട്ടത്തിന് മാത്രമാണ്. ഞാൻ ഈ പരിപാടിക്ക് വരുന്നത് പാലക്കാട് നിയോജകമണ്ഡലത്തിലെ ആയിരക്കണക്കിന് അമ്മമാർ പങ്കെടുത്ത നാരീശക്തി എന്ന ഒരു വലിയൊരു പൊതുപരിപാടി. ആ പരിപാടി ഉദ്ഘാടനം ചെയ്തത് ബി.ജെ.പിയുടെ എക്കാലത്തെയും വലിയ ക്രൗഡ് പുള്ളറായിട്ടുള്ള ശോഭാജിയാണ്. ശോഭാജി കഴിഞ്ഞ ദിവസങ്ങളിൽ പാലക്കാട്ടെ നിരവധി കുടുംബയോഗങ്ങളിൽ, ബൂത്തുകളിൽ വീട് കയറി പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങളുടെ എല്ലാ നേതാക്കളും, പി.കെ. കൃഷ്ണദാസും എം.ടി. രമേശും മുരളീധരനും ഉൾപ്പെടെയുള്ള എല്ലാ നേതാക്കളും ഇവിടെ അരയും തലയും മുറുക്കി ഒറ്റക്കെട്ടായി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നു. പിന്നെ ഇതൊരു വലിയൊരു ഇന്നലെ വരെ ഞാൻ പറയാന്ന് ബി.ജെ.പി ഒരു മഹാസാഗരമാണ്. ഇന്ന് ഇന്ത്യ രാജ്യത്തെ ഏറ്റവും കൂടുതൽ MLA-മാരുള്ള, ഏറ്റവും കൂടുതൽ MP-മാരുള്ള, ഏറ്റവും കൂടുതൽ മുഖ്യമന്ത്രിമാരുള്ള 19 കോടിയിലധികം അംഗമുള്ള ഒരു മഹാസാഗരമാണ് ഭാരതീയ ജനതാ പാർട്ടി. ഇന്ത്യയുടെ അഖണ്ഡതയ്ക്ക് വേണ്ടി ജീവൻ നൽകിയ ശ്യാം പ്രസാദ് മുഖർജിയുടെ പാർട്ടിയാണ്. ഇന്ത്യയുടെ ആശയങ്ങൾ, ഏകാത്മത, മാനവദർശനം ലോകത്തിന് സംഭാവന ചെയ്ത ദീനദയാൽജിയുടെ പാർട്ടിയാണ്. കാശ്മീരിലെ മലനിരകളിൽ, ലോകത്തിലെ ഏറ്റവും ദുർഘടമായിട്ടുള്ള മഞ്ഞുമലകളിൽ യുദ്ധം ചെയ്തുകൊണ്ട് പാകിസ്ഥാൻ്റെ കൂലിപ്പട്ടാളത്തെ കാളവിരക്കയച്ച അടൽ ബിഹാരി വാജ്പേയിയുടെ പ്രസ്ഥാനമാണ്. ലാൽ കൃഷ്ണ അദ്വാനിയുടെ പ്രസ്ഥാനമാണ്. നരേന്ദ്രമോദിയുടെ പ്രസ്ഥാനമാണ്. ഈ പ്രസ്ഥാനത്തിൽ നിന്നും ചില കൂപമണ്ഡപങ്ങൾ ഏതെങ്കിലും സെപ്റ്റിക് ടാങ്ക് ലക്ഷ്യം വിട്ട് പോയി കഴിഞ്ഞാൽ ഞങ്ങൾക്കൊന്നും സംഭവിക്കാനില്ല. ഇതൊരു മഹാസാഗരമാണ് സഹോദര, ഇതൊരു മഹാസാഗരമാണ്. ഈ സാഗരത്തിന് നഷ്ടപ്പെടാൻ ഒന്നുമില്ല എന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഓക്കെ.